didn't make this fast. Oh my god. It's a video. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം നല്ല വെതറാണ്, 4 മണിയായി, വെയിലുമില്ല മഴയില്ല. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരത്തി വിചാരിച്ചു നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അല്ലാതെ ചില ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. സോ എല്ലാവർക്കും വെൽക്കം. അങ്ങനെ ഞാൻ വാതിലൊക്കെ പൂട്ടി പുറത്തേക്ക് ഇറങ്ങി. മുകളിലോട്ട് നോക്കിയപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് മഴക്കാറൊന്നുമില്ല, എന്നാൽ വെയിലുമില്ല, നല്ല ക്ലൈമറ്റാണ് കേട്ടോ. സോ അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇതാട്ടോ ഞങ്ങളുടെ ആ ഒരു റെസിഡൻഷ്യൽ ഏരിയ. ഈ ഒരു ഭാഗം മാത്രമല്ല, ഇത് പോർഷനായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആകാശവും നോക്കി വഴിയരികിൽ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല, എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയില്ല. ഇത് നമ്മുടെ ടൗൺ സെൻറ്ററാണ്. ഓൾറെഡി എൻ്റെ പഴയ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ പഴയ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഉള്ള മരങ്ങളിലൊന്നും അന്നേരം ഇലയോ പൂവോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി സ്പ്രിങ്ങും സമ്മറൊക്കെ തുടങ്ങിയതുകൊണ്ട് ഈ ഇലകളും പൂക്കളൊക്കെ ഒന്ന് നന്നായിട്ട് പൂത്തു. ആക്ച്വലി ഇത് ചെറി ബ്ലോസമാണ് ഈ ട്രീ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കും കേട്ടോ, നല്ല പൂക്കളുണ്ടാവും. പക്ഷെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ അത് മൊത്തം പോകും കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ലൊക്കേഷനൊക്കെ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി എൻ്റെ കൂട്ടുകാരത്തി ആയതുകൊണ്ട് പറയല്ല, ആൾ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, നന്നായിട്ട് ഫോട്ടോസ് എടുക്കും കേട്ടോ. ആക്ച്വലി ഈ വീഡിയോയുടെ അവസാനം ഞാൻ എടുത്ത ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ സൈഡിൽ തന്നെ കനാൽ വ്യൂ ആണ്. കനാൽ വ്യൂ ഒക്കെ ഞാൻ ഓൾറെഡി എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ അറ്റത്ത് കാണുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയായിരുന്നു ഞങ്ങൾ ആക്ച്വലി ആദ്യമൊക്കെ താമസിച്ചിരുന്നു വന്ന സമയത്ത്. നിങ്ങൾ ആ ഇടയ്ക്ക് കേട്ടത് കത്തീഡ്രൽ ചർച്ചിൽ നിന്ന് വരുന്ന ആ ഒരു മണിയടി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണിയടിക്കും. ഇങ്ങനത്തെ ക്യാമറ മരത്തിൻ്റെ ചോട്ടിലൊക്കെ വെച്ചിട്ടൊക്കെയായിരുന്നു ഞങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഫോട്ടോയ്ക്ക്. അരയനകൾ തന്നെ ഉണ്ടോ? ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ കുറേ അരയനങ്ങളുണ്ട് കേട്ടോ. ചില ആൾക്കാരൊക്കെ ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാവരും പറയണേക്കാം ഒറ്റയ്ക്ക് വരുന്നത് ഇത്തിരി ഡേഞ്ചറാണ്. കാരണം ചില സമയങ്ങളിൽ ഈ അരയനെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും. നീലാകാശം ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഖേദം നേരിട്ടത് വേറൊന്നുമല്ല, ഇവളെ വിളിക്കാനായിരുന്നു. ഇവള് ഫോട്ടോ എടുത്ത് നടക്കുമായിരുന്നു. ആഹാ, മേഘം കറക്കിത്. അങ്ങനെ നമ്മൾ റോഡരികിൽ കൂടി നടക്കുകയാണ്. ടൗൺ സെൻറ്ററാണ്. ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ഇങ്ങനെ ബിൽഡിങ്ങുകൾ, പിന്നെ റോഡിൻ്റെ സൈഡിൽ എപ്പോഴും കാറുകൾ നിർത്തിയിട്ടുണ്ടാവും. അതൊക്കെ പാർക്കിംഗ് ലോട്ട്സ് ആണ് കേട്ടോ. പേ ആൻഡ് പാർക്കാണ്. പിന്നെ ഞങ്ങൾ സ്പാർ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ കയറി. ഇറ്റ്സ് ലൈക്ക് എ സൂപ്പർ മാർക്കറ്റ്. വൺ ഓഫ് മൈ ഇഷ്ടപ്പെട്ട കടകളിൽ ഒന്നാണ്. സോ ഇവിടെ ഈ ഫുഡൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് റാപ്പ് ചെയ്ത് തരും, റോൾ ചെയ്ത് തരും. അങ്ങനെ നമുക്ക് ചോയ്സസ് ഉണ്ട്. എന്താണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം, അവർ അത് റാപ്പ് ചെയ്ത് തരും അല്ലെങ്കിൽ റോൾ ചെയ്ത് തരും. അത് നല്ല കേട്ടോ, നല്ല ഫുഡാണ്. നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് അത് വേർത്താണ്. ഈ ഫില്ലറ്റ് മേക്ക് ചെയ്യുന്ന എനിക്കാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന ഈ ചേച്ചീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഭയങ്കര പാവം ചേച്ചിയാണ്, വെരി സോഫ്റ്റ്. ഇത് സ്പൈസ് ബസാർ, നമ്മുടെ ഇവിടുത്തെ ടൗണിലെ ഏക ഇന്ത്യൻ ഷോപ്പാണ്. ഇവിടെ മലയാളികളാട്ടോ, മലയാളി കടയാണെന്ന് നമുക്ക് പറയാം. എല്ലാം അവൈലബിൾ ആണ്. നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഫ്രോസൺ ആയിരിക്കും കൂടുതലും.
മലയാളിക്കടയിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇറങ്ങി കേട്ടോ, അതിൽ നിന്നൊന്നുമില്ല, ഒന്നും മേടിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ അടുത്ത് തന്നെ ഉള്ളൊരു മാളിലേക്ക് കയറി. ആക്ച്വലി ഈ മാൾ ഞാൻ ഓൾറെഡി എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഇതിൻ്റെ അകത്ത് കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഈ ക്ലോത്തിങ്ങും കാര്യങ്ങളുള്ള ഷോപ്സും പിന്നെ ഡീൽസ് എന്ന് പറയുന്നൊരു ചെറിയ സൂപ്പർ മാർക്കറ്റും ഉണ്ട് കേട്ടോ. ഇതെല്ലാം തന്നെ നല്ല ഓഫറൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പെനീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ സ്റ്റുഡിയോ പോലെയാണ്, ബ്രാൻഡാണ്. ഇവിടെ എല്ലാം ഡിസ്കൗണ്ടാണ്, ഭയങ്കര ഓഫർ പ്രൈസിലായിരിക്കും കിട്ടുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും ട്രൈ ചെയ്യാതെ വരത്തില്ല. അങ്ങനെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടൗൺ സെൻറ്ററിൽ അത്യാവശ്യം ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. ഏതോ വീടും അതിൻ്റെ മുമ്പിൽ ചെടി, അവിടെ വെച്ചും കുറേ ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കറക്കം അവസാനിച്ച് വീട്ടിലേക്ക് യാത്രയായി. അങ്ങനെ പാട്ടൊക്കെ പാടി ഞങ്ങൾ വഴിയിലൂടെ നടക്കുകയാണ്. സോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.